അതെ, കാറിൽ വെച്ച ആളുകൾ പിടിച്ച് തിന്നുന്ന ശീലമൊന്നും എനിക്കില്ല. ആ ഡോറിനോട് ചേർന്നിരിക്കണ്ട, ഒന്ന് ഫ്രീ ആയിട്ടിരിക്കും. ഈ വഴിയും ഈ യാത്രയൊക്കെ ഞാൻ എത്രയോ സ്വപ്നം കണ്ടാണെന്നറിയോ? ഈ ലോകത്തിന്റെ എത്രയോ ഭാഗത്ത് എത്രയോ വഴികളിൽ നിന്നെയും കൊണ്ട് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ടെന്നറിയോ? എത്രയോ വഴികൾ എന്റെ സ്വപ്നങ്ങളിൽ. താനും കണ്ടിട്ടില്ലേ എന്നോടൊപ്പമുള്ള നിമിഷങ്ങൾ സ്വപ്നത്തില്? ഇപ്പോഴും നമുക്ക് സ്വപ്നങ്ങളേ ഉള്ളൂ. അധികം വൈകാതെ നമുക്കതൊക്കെ ഒന്ന് യാഥാർത്ഥ്യമാക്കണം. എന്റെ ഭാര്യ എന്ന മേൽവിലാസത്തില് നീ ഇനി അറിയപ്പെടണം. ദൈവത്തിന്റെ മുന്നിൽ നിന്ന് സത്യം ചെയ്യേ. സത്യം ചെയ്യാതിരിക്കുകയോ അത് പാലിക്കാതിരിക്കുകയോ ചെയ്താൽ ഇന്ന് ഈ വീട്ടിൽ നിന്റെ അവസാനത്തെ ദിവസമാണ്. ഞാൻ അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. സത്യം ചെയ്യടി. ഞാനൊന്നിനും തടസ്സം നിൽക്കില്ല. ഞാനിനി ഒന്നും എന്റെ മനസ്സിൽ സൂക്ഷിക്കില്ല. ഞാൻ മറന്നോളാം. ഇത് സത്യം. നിർബന്ധിച്ചപ്പോ ഞാൻ വണ്ടിയിൽ കയറിപ്പോയിന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം ഞാൻ യാഥാർത്ഥ്യങ്ങളൊന്നും മറന്നോന്നല്ല. നിങ്ങൾ പ്രേമിക്കുക, സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യയെ. ഞാൻ എന്റെ ഭാര്യ തന്നെയാണ് സ്നേഹിക്കുന്നത്. എത്രയോ തവണ പറഞ്ഞു ഞാൻ താലി കെട്ടി എന്റെ പെണ്ണിനോടാണ് എനിക്ക് സ്നേഹമെന്ന്. എന്നെ നിങ്ങൾ താലി കെട്ടിയിട്ടൊന്നുമില്ല. കല്യാണ മണ്ഡപത്തിൽ വധുവിന്റെ വേഷത്തിൽ നിന്നെ ഞാൻ കണ്ടതാ. അത് ഞാൻ വെറുതെ വധുവിനെ പോലെ ഒരുങ്ങി നോക്കിയതാ. ഞാനത് വിശ്വസിക്കണോ അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് അന്ന് നടന്ന ചതി എന്താ? ആരൊക്കെ കൂടി അത് ചെയ്തത്? ആരും ഒരു ചതിയും ചെയ്തിട്ടില്ല. നിങ്ങൾക്കൊരബദ്ധം പറ്റി. സ്നേഹിക്കുന്ന പെണ്ണിന്റെ പേര് പ്രിയങ്ക എന്നാണെന്ന് വീട്ടുകാരോട് പറഞ്ഞു. നിങ്ങളുടെ വീട്ടുകാർ എന്റെ വീട്ടിൽ അറിയിച്ചു. കല്യാണവും നടന്നു. പ്രിയങ്ക ഒരു പാവ. ശരിയാ, സിനിമാ നായികയാവാനും സെലിബ്രിറ്റി ആവാനും ആഗ്രഹിക്കുന്ന പാവം. അതിനുവേണ്ടി എന്നോട് പോലും വില പേശി പണം ചോദിക്കുന്ന പാവം. പ്രിയങ്ക പണം വാങ്ങിച്ചോ? ഞാൻ കൊടുത്തു. അവളുമായിട്ട് എനിക്ക് യാതൊരു ബാധ്യത ഇല്ലാതിരിക്കാൻ വേണ്ടി. അങ്ങനെ നോക്കുമ്പോൾ ഒരർത്ഥത്തില് ഞങ്ങൾ കണക്ക് പറഞ്ഞ് പിരിഞ്ഞവരാ. എനിക്കത് അങ്ങനെ ചെയ്യണമായിരുന്നു. കാരണം നിന്നെ സ്നേഹിക്കുന്നതിൽ ഒരു ബാധ്യതയും എന്നെ തടയാൻ പാടില്ല. ചിലപ്പോ പ്രിയങ്ക അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ മറിച്ച അവൾക്ക് വരുണ ഇഷ്ട. വരുണൊത്ത് ഒരു കുടുംബജീവിതം വേണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനെന്താ സ്നേഹം വയ്ക്കുന്ന പെട്ടിക്കടയോ? ഓരോരുത്തർ വന്ന് ചോദിക്കുമ്പോ എടുത്തങ്ങ് കൊടുക്കാൻ. എന്റെ മനസ്സിൽ ഒരേ ഒരാൾക്കുള്ള സ്നേഹമേ ഉള്ളൂ. അത് രാധിക എന്ന തനിക്ക. ഐ ലവ് യു. ഐ ലവ് യു. നിർത്തി, എനിക്ക് കേൾക്കണ്ട. ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, താൻ കേട്ടുകൊണ്ടേയിരിക്കും. ബിക്കോസ് നമ്മൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നു.
ഹേയ്, നിക്ക്. എവിടെയാ ഓടുന്നേ? ദേ, എനിക്ക് സംസാരിക്കാനുണ്ട്, ഇനിയും സംസാരിക്കാനുണ്ട്. ഇത് സ്കൂളാ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം. അതിനെന്താ? ആര് വേണമെങ്കിലും കണ്ടോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കൊന്നും ഇല്ലായിരിക്കാം. നിങ്ങൾ കണിമംഗലത്തെ കോടീശ്വരനായ പരമേശ്വരന്റെ മോന്. ഞാൻ ആറ്റുവശ്ശേരിയിലെ ഒരു ദരിദ്രനായ ദേവനാരായണൻ തിരുമേനിയുടെ മകള്. ഇപ്പൊ എനിക്ക് കിട്ടിയ ജോലിയും ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളവും എന്റെ കുടുംബത്തിന് കൂടിയേ തീരൂ. മനസ്സിലായി. രാധികയെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇയാൾ പലപ്പോഴും എന്നെ കാണാൻ വന്നത്. ഞങ്ങൾ തമ്മിലുള്ള സാമ്യം മനസ്സിലാക്കിയിട്ട്. എന്തായാലും ആള് രാധികയ്ക്ക് വേണ്ടപ്പെട്ട ആള് തന്നെയാ. ഇപ്പൊ ഫിദാമാൻ വരും. ഞാൻ അമ്മയെപ്പോലെ കാണുന്നവരാ. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാ അവർക്ക് സഹിക്കാൻ പറ്റില്ല. പ്ലീസ് തിരിച്ചു പോ. ഞാൻ പോവാം, പക്ഷേ എനിക്ക് വ്യക്തമായൊരു മറുപടി കിട്ടണം. ഇനി എന്ത് മറുപടിയാ ഞാൻ പറയണ്ടേ? ഒന്നിച്ച് ജീവിക്കണം, എന്റെ മരണം വരെ. എന്റെ മരണം വരെ എന്റെ കൂടെ എന്റെ പെണ്ണായിട്ട് നീ ഉണ്ടായിരിക്കണം. ആഹാ, ആ, എടാ അതാ ഫിദ മാഡം. ഫിദ മാഡം, ഒന്ന് പോവോ? ഫിദ മാഡം ഇവിടെ എത്തുന്നതിന് മുമ്പ് എന്നോട് പോസിറ്റീവായൊരു മറുപടി പറഞ്ഞാൽ ഞാൻ പോവാം. അല്ലെങ്കിൽ ഞാനിത് ഫിദ മാഡത്തോട് സംസാരിക്കാം. എന്താ ഈ പറയുന്നേ? എങ്കിൽ പറ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ സമ്മതമല്ലേ? പറ്റില്ല. ആ, എങ്കിൽ ഞാൻ പറയും. അതും പറ്റില്ല. നിൽക്കും. എന്താ രാധിക? എന്നെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാ. ഓരോന്ന് സംസാരിച്ച്. അതൊക്കെ ചുമ്മാ പറയാം മാഡം. അയം വരും. ഫിദ മാഡത്തിനെ എനിക്ക് നന്നായിട്ട് അറിയാം. രാധിക ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മേഡം ഇവൾക്ക് അമ്മയെ പോലെയാണെന്നും മേഡത്തിന് ഇവളോട് വളരെയധികം സ്നേഹമാണെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് പറയാനുള്ളത് മേഡത്തിനോട് പറയാവുന്നതേ ഉള്ളൂ. അയ്യോ, എന്തോ മാഡം, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയട്ടെ. മേഡം, ഞങ്ങൾ തമ്മിലൊരു തർക്കം. അതായത് ഒരു പുരുഷൻ താലി കെട്ടിയ പെണ്ണിന്റെ കൂടെയല്ലേ ജീവിക്കേണ്ടത്? അതെ, അതെന്താ വിശേഷിച്ച് ചോദിക്കാൻ? ആ, ഓക്കെ. താലി ചാർത്തിയ പുരുഷന്റെ സ്നേഹത്തിൽ നിന്ന് ആ പെൺകുട്ടി അകന്നു പോകുന്നത് തെറ്റാണോ അത് ശരിയാണോ? അത് തെറ്റ് തന്നെയാണ്. അത് സ്നേഹം വേണമെന്ന് പറഞ്ഞ് ആ പുരുഷൻ ആ പെണ്ണിന്റെ പുറകെ നടക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരിക്കലുമില്ല. ആ, എന്നാ പിന്നെ മേഡം അത് ദേ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള തർക്കം. അല്ല,
ഇത് ആരുടെ കാര്യം നിങ്ങൾ ഈ പറയുന്നത്? അത് ആ, അത് വേറെ രണ്ടാളുടെ കാര്യ. തർക്കിക്കാനൊരു വിഷയം നോക്കി നടക്കുന്നവർക്ക് എന്താ പറ്റാത്തത്? തർക്കം മനസ്സിലായി, രണ്ടുപേരുടെയും സ്റ്റാൻഡ് മനസ്സിലായി. ഇനി നിങ്ങൾ തമ്മിൽ എന്താ ബന്ധമെന്ന് പറയും? ആ, അത് മാഡം, ഇതെന്റെ അനിയത്തിയുടെ ഭർത്താവാ, പ്രിയങ്കയുടെ. ആ ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനിയാണ്. എല്ലാ കാര്യങ്ങളും പരസ്പരം പറയും, ചിലപ്പോൾ അങ്ങ് തർക്കിക്കും. പക്ഷെ ചില കാര്യങ്ങൾക്ക് ഇയാള് അങ്ങ് വ്യക്തമായിട്ട് ഉത്തരം പറയില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ അറിയുന്ന രാധിക അങ്ങനെയല്ലല്ലോ. രാധികയ്ക്ക് എല്ലാ കാര്യത്തിനും വ്യക്തമായ അഭിപ്രായമുണ്ട്. പിന്നെന്താ ഈ ചില കാര്യങ്ങളെന്ന് പറഞ്ഞത്? ആ ആ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല മാഡം. സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ചില കാര്യങ്ങൾ. എന്നാ പിന്നെ ക്ലാസിന്റെ സമയമല്ലേ, നിങ്ങൾ വയ്ക്കും. വരുണിന്റെ സംസാരത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ. എന്താ? പറയുന്നത് ഒരു കാര്യം, ചിന്തിക്കുന്നത് മറ്റൊന്ന്. ശരിയല്ലേ? ഏയ്, അത് ഈ ടീച്ചേഴ്സിനൊക്കെ ഒരു പൊതു സ്വഭാവം ഉണ്ടല്ലോ. എല്ലാം ഒരു വിമർശന ബുദ്ധിയോടെയല്ലേ നോക്കൂ. എന്നാ പിന്നെ ഞാൻ പോക്കോട്ടെ മാഡം. തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പോവാൻ നോക്ക്. ക്ലാസ്സിന് സമയമായി, ഞാൻ നടക്കട്ടെ മാഡം. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഇരിക്കെ. കഴിഞ്ഞ ദിവസം പഠിച്ചെടുത്ത് നമുക്ക് തുടങ്ങാം. പിതാമട എന്താ അങ്ങനെ ചോദിച്ചേ? കണ്ടുപിടിച്ചോ? ഏയ് ഇല്ല, കാണില്ല. വേണ്ടായിരുന്നു. രാധികയ്ക്ക് ഇനി അതൊരു പ്രശ്നമാവുമല്ലോ. അയാൾ വരുമ്പോ സോറി പറ. രാധിക, വരൂ വരൂ മോളെ. വാ. അല്ല, ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെ റിലാക്സ് ചെയ്തോളൂ.
രാധയ്ക്ക് റിലാക്സ് ചെയ്യാൻ എന്താ വേണ്ടത്? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അത് പിന്നെ മാഡം വരുൺ അങ്ങനെ മാഡത്തിനോട് സംസാരിച്ചത്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ തർക്കത്തിനൊക്കെ കാരണമായ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് പറയൂ കുട്ടി. അത് അത് വരുണും പ്രിയങ്കയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അവർ തമ്മിൽ നല്ല ബന്ധത്തിലല്ല. ഞാനീ തർക്കിക്കുന്നതും മറ്റും അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാ. ശരി, എനിക്കറിയില്ല മാഡം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ ഇഷ്യൂസൊക്കെ സാധാരണയാണ്. പക്ഷേ അയാൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ടല്ലോ, ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്നിട്ടും അയാൾ ആ പെണ്ണിന്റെ പുറകെ നടക്കുന്നു എന്നൊക്കെ. അതെന്താ സംഭവം? അതെനിക്കറിയില്ല. എനിക്കറിയില്ല മാഡം. അമ്മയെ പോലെയാണെന്നൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എന്തൊക്കെയോ എന്നോട് പറയാൻ ബാക്കിയാണല്ലേ. എന്തുണ്ടെങ്കിലും പറയുമോളെ. മോളുടെ മുഖം എപ്പോഴും തെളിഞ്ഞു കാണാൻ അമ്മയ്ക്കിഷ്ടം. മോളെന്നാ പോയിക്കോ, ക്ലാസ് കഴിഞ്ഞിട്ട് കാണാം. എന്തോ ഉണ്ട്, അതുറപ്പാ. പതുക്കെ പതുക്കെ അതവളുടെ മനസ്സിൽ നിന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സംഭവിച്ചിരിക്കുന്നത് വലിയൊരു അപകടം തന്നെയാ. ഖദർ മണ്ഡപത്തിൽ വെച്ച് താലി കെട്ടിയ ഒരു പെൺകുട്ടിയോട് താലി കെട്ടിയവന് ഇഷ്ടം തോന്നുക സ്വാഭാവികമായ കാര്യമാ. പക്ഷേ പരിഹാരം എന്തെങ്കിലും കണ്ടല്ലേ പറ്റൂ. പരിഹാരം ഒന്നേയുള്ളൂ. ഇവിടെ നിന്ന് കുറച്ചു ദൂരെ കാടകത്ത് ദേവീക്ഷേത്രമുണ്ട്. ആ ദേവിയുടെ സാന്നിധ്യത്തിൽ ഒരു താലികെട്ട് കൂടി നടത്തണം. എന്നുവെച്ചാൽ ഈ പറയുന്ന വരുൺ ആരുടെ കൂടെ ജീവിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അവരുടെ കഴുത്തിൽ വരുൺ താലി കെട്ടണം. മാത്രമല്ല, ഇതിനു മുമ്പ് താലി കെട്ടി എന്ന് നിങ്ങൾ പറയുന്ന ആ കുട്ടി ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കണം. എന്നുവെച്ചാൽ പുതുതായി ഒരു വിവാഹം തന്നെ. ആ കാഴ്ചയ്ക്ക് സാക്ഷിയാകുന്നതോടെ താലി കഴുത്തിൽ ചാർത്തിയ കുട്ടിയുടെ മനസ്സിലെ വരുണിനെ എന്തെങ്കിലും രീതിയിലുള്ള അടുപ്പം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവസാനിക്കുകയും ചെയ്യും. ഒരു കാര്യം കൂടി മനസ്സിലായിക്കൊള്ളൂ, ഇങ്ങനൊരു താലികെട്ട് നടന്നില്ല എങ്കിൽ വരുണും പ്രിയങ്കയും തമ്മിൽ പ്രകൃതിയുടെയോ ഈശ്വരന്റെയോ ഒരു സംയോജനവും ഉണ്ടാവില്ല. അവർ തമ്മിൽ ഒരിക്കലും അടുക്കാനും സാധ്യതയില്ല. അതുകൊണ്ട് ചടങ്ങ് മുടങ്ങാതെ ശ്രദ്ധിക്കണം. എല്ലാം വേണ്ടതുപോലെ ചെയ്തോളാം. എങ്കിൽ താലികെട്ട് നടത്തിയ ശേഷം ഇങ്ങോട്ടൊന്ന് വന്നോളൂ. ബാക്കി കാര്യങ്ങൾ നമുക്കപ്പോ നിശ്ചയിക്കാം. വരാം. അവര് തമ്മിൽ അടുക്കണം, ഒരിക്കലും പിരിയരുത്. അതിനു വേണ്ടുന്നതൊക്കെ അവിടുന്ന് ചെയ്തു തരണം. ഞാൻ പറഞ്ഞ കർമ്മം ആദ്യം പൂർത്തിയാക്കുക. കാടകത്തമ്മയുടെ തിരുനടയിൽ വെച്ച് ഒരു മംഗല്യസൂത്രം കഴുത്തിൽ വീണാൽ അത് കാടകത്തമ്മ തന്നെ സംരക്ഷിച്ചോളും. മനസ്സിലായോ?
ഭഗവാനെ കൃഷ്ണ, ഞാനിവിടെ നിൽക്കുന്നുണ്ട്, ആർക്കൊരു ദോഷം ഉണ്ടാവരുതേ. എൻ്റെ അടുത്ത് വരാനും സംസാരിക്കാനും വരണ തോന്നാതിരിക്കണേ. ആ മോളെ എവിടെയായിരുന്നു? ഞാൻ പൂജാമുറിയിലായിരുന്നു. എന്നും പ്രാർത്ഥിച്ചിട്ടാ ദിവസം തുടങ്ങാറ്. നന്നായി മോളെ. അത്തരം ശീലങ്ങളൊക്കെ ഇപ്പൊ ആർക്കും ഇല്ലാണ്ടായി തുടങ്ങി. പക്ഷെ ചിലർക്കെങ്കിലും ഉള്ളത് നല്ല കാര്യം അല്ലേ? രാധിക മോള് പൂജാമുറി കയറിയിട്ടുണ്ടെങ്കിൽ അതൊരു അമ്പലമായി മാറിയിട്ടുണ്ടാവും. ഞാനൊന്ന് തൊഴുതിട്ട് വരാം മോളെ.